ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ. ഹലോ ഗായ്സ്, നമ്മളിൽ മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഇസഡ് അച്ചീവർ. എന്നാൽ ഈ ഫയൽ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, യൂസ് റൂട്ട് ആക്സസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പരിഹരിക്കാമെന്ന് കൊച്ചു വീഡിയോ ആണെന്നുള്ളത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഷിസ്കു ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷിസ്കു ആപ്ലിക്കേഷൻ ഡൗൺലോഡായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഡൗൺലോഡായി കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക, വൈഫൈ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൈഫൈ ഓഫ് ചെയ്യേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷിസ്കു റൺ ചെയ്യണമെങ്കിൽ മെയിനായിട്ട് നമുക്ക് വൈഫൈ വേണ്ടതാണ്. അപ്പം വൈഫൈ ഇല്ലാത്തവർ നിങ്ങൾ വിഷമിക്കേണ്ട, മറ്റൊരു ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഓണാക്കി നമ്മുടെ ഫോണിലേക്ക് വൈഫൈ കണക്ട് ചെയ്യുക. കണക്ട് ആയതിനു ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അവിടെ പെയറിംഗ് കൊടുക്കുക, നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, ബാക്ക് അടിക്കുക, വീണ്ടും പെയറിംഗ് കൊടുക്കുക. പെയറിംഗ് കൊടുത്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ കൊടുക്കുക, എനേബിൾ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഗൈസ്, ചിലവരുടെ ഫോണിൽ ഇതേപോലെ ഡെവലപ്പർ ഓപ്ഷൻ ത്രൂ ആയിട്ട് വരില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതും കൂടെ നമുക്ക് ഈ വീഡിയോ തന്നെ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ സെറ്റിങ്സ് എടുക്കുക, ഏറ്റവും താഴെ എബോട്ട് ഡിവൈസ് ഉണ്ട്, അതെടുക്കുക. അതിൽ വെർഷൻ കാണും, അതിൽ ബിൽഡ് നമ്പർ 4 തവണ സ്പീഡിൽ ടാപ്പ് ചെയ്യുക, ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആണെന്നാണ് ഗൈസ്. ആപ്ലിക്കേഷൻ എടുക്കുക, ഡെവലപ്പർ ഓപ്ഷൻ കൊടുക്കുക, നേരെ താഴത്തേക്ക് പോരുമ്പോൾ നമുക്കിവിടെയായിട്ട് USB ഡീബഗ്ഗിംഗ് ആണ്, അത് എനേബിൾ ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിന് തൊട്ട് താഴെ മൂന്നാമതായിട്ട് വയർലെസ് ഡീബഗ്ഗിംഗ് ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഏറ്റവും താഴത്തേക്ക് പോരും. ഇപ്പോൾ ഏറ്റവും താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഡിസേബിൾ പെർമിഷൻ മോണിറ്ററിങ്, അതും കൂടെ എനേബിൾ ചെയ്യും. സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ ആദ്യമേ എടുത്ത വയർലെസ് ഡീബഗ്ഗിംഗ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പെയർ ഡിവൈസ് വിത്ത് പെയറിംഗ് കോഡ്, അപ്പോൾ അവിടെ നമ്പർ വരുന്നതാണ് 22 70 46. ഓക്കെ, നമ്മൾ ആ നമ്പർ നേരെ അവിടെ സ്ക്രീനിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ പെയറിംഗ് സർവീസ് ആണ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ എൻ്റെ പെയറിംഗ് കോഡാണ്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ കിട്ടിയ നമ്പറായ 22 70 46. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് പെയറിംഗ് സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ താഴെയും കാണാം ഷിസ്കു വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ബാക്ക് അടിക്കുക, നമ്മുടെ ആപ്ലിക്കേഷൻ എടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് കൊടുക്കും, ചിലപ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവും. അപ്പോൾ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇതേപോലെ വീണ്ടും ഡെവലപ്പർ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക, നമ്മുടെ വയർലെസ് ഡീബഗ്ഗിംഗ് എന്നിട്ടൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കുക, എന്നിട്ട് ബാക്ക് അടിക്കും. അപ്പോൾ നമുക്കിവിടെ റൺ ചെയ്താണ് 3 സെക്കൻഡ്. അപ്പോൾ 3 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണായിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക, അതിലേക്ക് ഇസഡ് അച്ചീവർ എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണാകുന്നവരെ മാത്രം നമുക്ക് നെറ്റ്വർക്കിൻ്റെ ആവശ്യമുള്ളൂ. നെറ്റ്വർക്കിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നേരെ ബാക്ക് അടിക്കുക, നമ്മുടെ ഫയൽ മാനേജർ എടുക്കുക, മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, അതിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, അതിൽ റൂട്ട് ക്ലിക്ക് ചെയ്യുക, അതിൽ ടൈപ്പ് ഓഫ് റൂട്ട് ആക്സസിൽ നമുക്ക് ഷിസ്കു എനേബിൾ ചെയ്ത് കൊടുക്കാം. താഴെ കാണുന്ന 2 ഓപ്ഷനും കൂടെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ജനറൽ സെറ്റിങ്സ് ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫയൽ മാനേജർ എടുക്കുക, ആൻഡ്രോയിഡ് ഡേറ്റ. ഓക്കെ ഗൈസ്, ഇപ്പോൾ വർക്ക് ആകുന്നുണ്ട്. ഇനി മുതൽ നമ്മുടെ റൂട്ടിംഗ് പെർമിഷൻ ആക്സസ് ഇസഡ് അച്ചീവർ ഫയലിൽ ചോദിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക.